ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. ചേച്ചി ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെയാണ് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ഈ വീഡിയോ ചിലപ്പോൾ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? അപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് ഇടുന്ന വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അങ്ങോട്ടങ്ങ് പോകുന്നില്ല, അവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടാലല്ലേ നമ്മളെ വീഡിയോ അങ്ങോട്ടങ്ങോട്ട് കയറി കയറി പോവുള്ളൂ. നമ്മളെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ലേ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ മടി തോന്നുകയാണ് കേട്ടോ. വീഡിയോ ഒന്നും ഇവിടെ ഇപ്പോൾ ഒരു താല്പര്യവും ഇല്ല. ഇപ്പം ചേച്ചിക്ക് ഇന്നൊരു കയ്യബദ്ധം പറ്റി അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി ഇപ്പോൾ ഈ സമയത്ത് വന്നത്. ഞാൻ ട്യൂബിൻ്റെ നേരെയാണ് ഇരിക്കുന്നത്. ഫോണിൽ കൂടെ നോക്കിയപ്പോൾ എൻ്റെ മുഖമൊന്നും ക്ലിയർ ഇല്ലാത്തതുപോലെ ഇരിക്കുകയാണ്. എന്തായാലും ഉള്ള ക്ലിയറിൽ നിങ്ങളങ്ങ് കാണണം കേട്ടോ. ഇപ്പം ചേച്ചിക്ക് ഇന്നൊരു അബദ്ധം പറ്റി സുഹൃത്തുക്കളെ. രാവിലെ 2 ദിവസം കൊണ്ട് ചേച്ചിക്ക് വെളുപ്പിലെയാണ് ജോലി. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വഴിക്ക് മീൻ കണ്ട്, ഞണ്ട്. അപ്പം ഞാൻ ഞണ്ട് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് കരുതി രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കാമെന്ന് കരുതിയിട്ട് വന്ന ഉടനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചോറ് ഞാനും മോനും ചേട്ടൻ ജോലിക്ക് പോയി. അപ്പം പെട്ടെന്ന് പണി കഴിയാക്കാന്നും പറഞ്ഞിട്ട് റേഷൻ അരി ഉണ്ടല്ലോ അതെടുത്ത് ശകലം വയ്ക്കാമെന്ന് കരുതിയിട്ട് ചോറ് വെച്ച് ഞണ്ട് കറി വെച്ച് എന്നിട്ട് ചോറ് വെച്ച് ചോറിനെയൊക്കെ വാർത്തിട്ടിട്ട് ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി കുറച്ച് സമയം ഇരുന്നിട്ട് വന്നിട്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ? ചോറിനെ നമ്മൾ വാർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ പൊരിക്കുമല്ലോ, ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് വെച്ച്. അപ്പോൾ അതിനെ ചൂടാക്കി ഇറക്കി വെച്ചിട്ട് എനിക്ക് ഒരിടം വരെ പോകണം. അപ്പോൾ പോയിട്ടൊക്കെ വരാമെന്നുള്ള ഇതിൽ ചോറിനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇത്തിരി കുറച്ച് കിടന്നിട്ട് പോകാമെന്ന് കരുതി ചോറിനെ ഇറക്കി വെക്കാണ്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു കരിഞ്ഞ മണം വരുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി അടുപ്പത്ത് സംഭവം ഇരിക്കുകയാണെന്ന് ഓടിപ്പടച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ കലത്തിൽ കൂടെ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ചോറെല്ലാം കരിഞ്ഞ് ഇല്ലാണ്ട് നമ്മളെ ഒരു അശ്രദ്ധയാണ്. ഓർമ്മ പൊതുവേ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഓർമ്മ കുറവാണ്. ചായക്കൊക്കെ പാലടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, വരുമ്പോഴത്തേക്ക് പാലൊക്കെ തൂവിപ്പോവും. ഇതൊക്കെ നല്ല ശീലമാണോ? അല്ല. നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെച്ച ഓർമ്മ പെശകൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെയാണോ? ഇതൊന്നും കണ്ടിട്ട് നമ്മളാരും കളിയാക്കല് കേട്ടോ. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ സമയത്ത് ഞാൻ വന്നത്. അപ്പം ആ ചോറ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചോറിന് തട്ടിയപ്പോൾ ഒരുമാതിരി പുകയുടെയൊക്കെ മണം. അപ്പം ഞാനും മോൻ ജോലിക്ക് പോയി വരുമ്പോഴത്തേക്ക് ഒരു ഊണ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് ഞണ്ട് കറി ഇരിക്കുകയാണ്. അപ്പോൾ അതും കൂട്ടി കഴിക്കാം. രണ്ടാമത് പിന്നെ വീണ്ടും ചോറ് വയ്ക്കാൻ മടിച്ചിട്ട് ഞാൻ വെച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വില്ലേജ് വരെ ഒന്ന് പോകണമായിരുന്നു. ഞാൻ പിന്നെ പോയിട്ടൊക്കെ വന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചി. അപ്പോഴും കരുതി ഒന്ന് വീഡിയോ എടുക്കാം, ചേച്ചിക്ക് പറ്റിയ അബദ്ധം നിങ്ങളെവിടെ ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ചേച്ചി ഈ സമയത്ത് നിങ്ങളെ മുന്നിൽ എത്തിയത് കേട്ടോ. മോൻ വന്നു. അപ്പോൾ എന്തായാലും ചേച്ചി ആ ചോറും കലവും ചോറിനെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ വിശേഷമൊക്കെ പൊട്ടത്തരായാലും നല്ലതായാലും എല്ലാം ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുകയല്ലേ. നമുക്ക് പറ്റുന്ന മണ്ടത്തരവും അബദ്ധങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് ആരും മോശം കമൻ്റൊന്നും ഇടല് കേട്ടോ. അപ്പോൾ ചേച്ചി ആ കലവും ചോറൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ കാണണം. 2 ദിവസം കൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. അതവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഇടാനൊക്കെ മടിയാണ്. ഇപ്പം പഴയ ഉത്സാഹമൊന്നും ഇപ്പോഴില്ല വീഡിയോ ഇടാൻ. ആകെ ഒരു മടിയും മൂടവിട്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല. നമ്മൾ ശരിക്കും എന്തിനാ വീഡിയോ ഇടണം? നമ്മളെ വീഡിയോ കാണാൻ ആർക്കും വയ്യ, പിന്നെ എന്തിനാ വീഡിയോ ഇടുന്നത്? എപ്പോൾ ചേച്ചി വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലും ആരെങ്കിലുമൊക്കെ വിളിക്കും, എന്തോ കമ്പനിക്കാരാ എന്തോ ആണ്. ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ ചേച്ചിക്ക് പറ്റിയ അബദ്ധം കാണാൻ പോകാം. എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ. കണ്ടോ, ഞാൻ അപ്പോഴും തന്നെ അതിനെ ചോറ് തട്ടി മാറ്റിയിട്ടേ വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പോൾ അത് കരിഞ്ഞതൊക്കെ കിളവട്ടെന്ന് കരുതി അപ്പം തന്നെ വെള്ളം ഒഴിച്ച് വെച്ച്. ഇപ്പം നിങ്ങളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റിയിട്ടാണ് കാണിക്കുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഈ ചേച്ചിയുടെ പൊട്ടത്തരം പിടിച്ച ഓർമ്മ പെശകാണേ.
ചോറത് കൊള്ളൂല കേട്ടോ. ഞാൻ ശകലം കഴിക്കാൻ എടുത്തപ്പോൾ എനിക്ക് പിടിക്കുന്നില്ല. കരിഞ്ഞ് ആകെ നാശമായി. നമുക്ക് ശ്രദ്ധയില്ലാത്ത പാടാണേ. ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറ്റും. പിന്നെ കണ്ടോ ഞണ്ട് കറി കണ്ടോ. ഞാൻ ഞണ്ട് എപ്പോഴും ഞാൻ പല വീഡിയോയിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അവൾ ഞണ്ട് വാങ്ങിയ പച്ച അരച്ചാണ് വെക്കണം. തേങ്ങയൊക്കെ അരച്ച് മുളകരിയൊക്കെ കുറച്ച് പച്ച അരച്ച് വെക്കുമെന്ന് പറയും. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പം പണി തീർക്കാൻ വേണ്ടി ഞാനും അങ്ങനെയാണ് വെച്ചത് കേട്ടോ. പക്ഷെ കറി ടേസ്റ്റുണ്ട്. കാണാൻ ലുക്കില്ലെങ്കിലും കറി ടേസ്റ്റുണ്ട്. അപ്പോൾ അതും കൂട്ടി ശകലം കഴിക്കാമെന്ന് പറഞ്ഞ് ചോറെടുത്തപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നോ. അപ്പോൾ ഞാനതിനെ അങ്ങ് ഞണ്ട് മാത്രം എടുത്ത് കഴിച്ചിട്ട് ചോറിനെ കളഞ്ഞ്. അപ്പോൾ മോൻ്റെ അടുത്തൊരു ഊണ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ്. അപ്പോൾ മോന് ഊണ് വാങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. മീനൊന്നും വേണ്ട, ഊണ് മാത്രം മതിയെന്ന് പറഞ്ഞ്. അപ്പം അത് വാങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ആരും വീഡിയോ മിസ്സാക്കല്ലേ കേട്ടോ. എല്ലാവരും വീഡിയോ കാണണം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇപ്പം ഞാൻ മോന് ചോറെടുത്ത് കൊടുക്കാൻ പോണേ. അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തല്ലോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കാം. ചോറിന് എന്താ കറികളൊന്ന് കാണാം. കയ്യബദ്ധം പറ്റിയതാണേ. ഇല്ലെങ്കിൽ ഇപ്പം ഇത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. രണ്ടാമത് വെക്കാൻ മടിച്ചിട്ടാണ് പിന്നെ ചേച്ചി അങ്ങ് മടിച്ചത്. ചോറിന് അവിയലുണ്ട്, ഉടച്ച് കറിയുണ്ട്, പച്ചടി എന്തോ ആണെന്ന് തോന്നുന്നു, പിന്നെ അച്ചാറുണ്ട്. നമ്മളിവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല തലക്കറിയൊക്കെ കിട്ടുന്ന കടയാണ്. അവിടെയാണെങ്കിൽ കപ്പയും കൂടെ കിട്ടും. മരിച്ചിനി ഉണ്ടല്ലോ. ഇതിപ്പോൾ അതൊന്നുമില്ല. ചോറ് മാത്രമുണ്ട്. കറികളൊക്കെ എടുത്തെടുത്ത് തരുമ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് ലെന്ത് കൂടി പോകും കേട്ടോ. നമ്മളെ വീഡിയോയ്ക്ക് ലെന്ത് കൂടി പോകും. എല്ലാം വിളമ്പി എന്നത് കാണിക്കുമ്പോഴത്തേക്ക് പെരുമ്പയറും വാഴയ്ക്ക് എന്തൊക്കെയോ ഇട്ടുള്ള ഒഴിച്ച് കറിയാണ്, ഉടച്ച് കറി. നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കട്ട് ചെയ്യാതെ. എന്നാ സംഭവം. ഇതും എന്തൊക്കെയോ വെറൈറ്റി പച്ചടിയാണോ എന്തരാണോ, അത് തൈരിട്ടുള്ള എന്തോ സംഭവമാണ്. തൈരിട്ടെന്തോ സംഭവമാണ് ചേച്ചിക്ക് പറ്റിയ അബദ്ധങ്ങൾ. എന്തൊക്കെയോ പാടുന്നു. അവിയൽ ചേച്ചിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവിയൽ ഫുള്ള് മോന് കൊടുക്കാം. അവിയലിനോട് താല്പര്യമില്ല ചേച്ചിക്ക്. എന്നാ അച്ചാറെന്ന് നോക്കട്ടെ. ചേച്ചിയുടെ ഫേവറേറ്റ് അച്ചാറാണ് മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇഞ്ചി അച്ചാറും ഇഷ്ടമാണ്, നാരങ്ങയും ഇഷ്ടമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മാങ്ങ അച്ചാർ. വീഡിയോയ്ക്ക് ലെന്ത് കൂടും. ആരും എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഞാനിത് ഫുള്ള് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചേച്ചിയുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. രസമുണ്ട്. രസമൊക്കെ മോൻ്റെ ആവശ്യത്തിനെടുത്ത് ഒഴിച്ച് കഴിക്കട്ടെ. പരിപ്പ് കറിയാണെന്ന് തോന്നുന്നു. പരിപ്പ് ഒഴിക്കാം. പരിപ്പ് സാമ്പാറും അതിലോട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ട് ചേച്ചി. എന്നിട്ട് ഇതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. ചേച്ചിക്ക് കഴിക്കേ. രസം ലാസ്റ്റ് അവൻ്റെ ഇഷ്ടത്തിനെടുത്ത്. എല്ലാം ഞാൻ അതിൽ തന്നെ. അവനങ്ങനെ പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഒഴിക്കുന്നത് ഇഷ്ടമാണ്. സാമ്പാർ വെള്ളം പോലെ ഇരിക്കുന്നത് കേട്ടോ. അവർ പച്ചക്കറിക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് വെള്ളം കൂട്ടി വെച്ചേക്കുകയാണ്. പച്ചക്കറിക്ക് വില കൂടിയത് കൊണ്ട് എല്ലാം പച്ചക്കറി കുറച്ചിട്ട് വെള്ളം കൂട്ടി വെച്ചേക്കുകയാണ്. ചേച്ചി പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാമോ എന്തോ. ചേച്ചിക്ക് മൈക്കൊന്നുമില്ല സുഹൃത്തുക്കളെ. ഞണ്ട് കറി. ഞണ്ട് ഞാനേ
പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഉണ്ടല്ലേ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ചിലർ അതിനെ മൊത്തം കളയും. ഞാനത് വെക്കുക, അതിലൊക്കെ ഇച്ചിരി മാംസമുണ്ട്, അതുകൊണ്ട് ഞാനത് കളയില്ല, അതും കൂടെ അങ്ങ് വയ്ക്കും. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എളുപ്പത്തിന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ കറി വെച്ചത്. ചിലപ്പോൾ മോന് ഇഷ്ടപ്പെടണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, കൊടുത്തു നോക്കാം. ഇതൊക്കെ വീഡിയോയിൽ പതിയുന്നോ അതോ എല്ലാം വീഡിയോയിൽ കിട്ടുന്നോ എന്തോ അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഞാൻ മോന് കഴിക്കാൻ കൊടുക്കട്ടെ. കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം നിങ്ങളുടെ അടുത്ത് ഹായും ബായും ഒക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാൻ കരുതിയിട്ടാണ് ചേച്ചി വീണ്ടും വീഡിയോ എടുത്തത്. അപ്പം ഞാനും രസവും സാമ്പാറും പരിപ്പും എല്ലാം അതിൽ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കുഴച്ചടിക്കാമെന്ന് കരുതി. ഇത് പച്ചടിയാണോ എന്തരാണോ ടേസ്റ്റ് നോക്കിയില്ല കേട്ടോ. അവിയൽ പേരിന് വെച്ച്, അച്ചാർ, ഉടച്ച് കറി, നമ്മുടെ ഞണ്ട് കറി, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ കഴിക്കട്ടെ, ചേച്ചി കഴിക്കട്ടെ. വെറുതെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചേച്ചി വീഡിയോ എടുത്തത്.